6 മേഖലകൾ തിരിഞ്ഞാണ് ഇന്നത്തെ തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നത്. മുണ്ടക്കയിൽ കോസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റ്, നേവി സംഘങ്ങൾ തിരച്ചിലിനെത്തും. ചാലിയാർ പുഴയോരത്തെ 8 പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഇന്ന് തിരച്ചിൽ നടക്കുന്നുണ്ട്. 310 പേരുടെ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ ഉയരുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ചുരൽമലയിൽ നിന്ന് എം മനോജ്, അർജുൻ PS എന്നിവർ ചേരുന്നു. അർജുനിലേക്ക് ആദ്യം. അർജുൻ, തിരച്ചിൽ ആരംഭിച്ചുവോ ഇന്നത്തെ? ഇവിടെ നിന്നും പോകുന്ന കാഴ്ചയാണ് നേരത്തെ നമ്മൾ കണ്ടത്. മാത്രമല്ല സൈന്യത്തിനൊപ്പം മറ്റ് വാളണ്ടിയേഴ്സും പുറകെ പോകുന്നുണ്ട്. അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ആ പ്രദേശത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇനി മുതിർന്ന ഉദ്യോഗസ്ഥർ വരണം. മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് വിടുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയുള്ളൂ. നമ്മൾ ഇത്തരത്തിൽ ഇവിടെയുള്ള മിലിറ്ററിക്കാരോട് സംസാരിച്ചിരുന്നു, ആർമിക്കാരോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: അവിടെയുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ ഒക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർമിയെ മാത്രം ആദ്യം വിട്ടാൽ മതി എന്നുള്ളതായിരുന്നു തീരുമാനം. പിന്നീട് മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി അങ്ങോട്ട് വരുന്നു, റെസ്ക്യൂ പ്രവർത്തകരെ കൂടി അങ്ങോട്ട് വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ അവിടേക്ക് വിടുന്ന സാഹചര്യത്തിൽ, അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് വിടുന്ന സാഹചര്യത്തിൽ കൂടുതൽ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് ഇന്ന് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് കാണുവാൻ തന്നെ സാധിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, നിരവധി ആളുകളാണ് ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഒഴുകിയെത്തിയത്. എന്നാൽ ഇന്ന് ആ ഒഴുക്ക് നിയന്ത്രിച്ചിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. നമ്മളെ അടക്കം, മാധ്യമങ്ങളടക്കം 1 കിലോമീറ്റർ മുകളിലാണ് നിർത്തിയിരിക്കുന്നത്. അത്തരത്തിൽ അതിനു മുൻപ് 1 കിലോമീറ്റർ നടന്നാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിനൊന്നും നമുക്ക് ആക്ഷേപമില്ല. കാരണം ഇത് കൃത്യമായ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ളതിനാണ്. മാത്രമല്ല, ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കണമെങ്കിൽ വഴികളെല്ലാം ഈ പ്രദേശത്തേക്ക് എത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രേക്ഷകർ ഇത്തരത്തിൽ പോലീസിനോടും ആർമിയോടും സഹകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആർമിയുടെ കൂടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് രക്ഷാപ്രവർത്തകരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം നൽകുന്നത്. എന്നാൽ തികച്ചും മിലിറ്ററിയുടെ തന്നെ ഒരു ഫോക്കസിലായിരിക്കും, അല്ലെങ്കിൽ മിലിറ്ററിയുടെ തന്നെ നിയന്ത്രണത്തിലായിരിക്കും ഇത്തരത്തിൽ ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുക. അല്പസമയത്തിനകം തന്നെ ആർമി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം നമുക്ക് ആ പ്രദേശത്തേക്ക് പോകുവാൻ കഴിയുമോ എന്നുള്ളതിൽ തീരുമാനമുണ്ടാകും. അതിനുശേഷം അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ ആദ്യം തന്നെ നമ്മൾ അവിടെ ചെല്ലുകയും കൃത്യമായ ദൃശ്യങ്ങളടക്കം, അല്ലെങ്കിൽ വിവരങ്ങളടക്കം പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും. അതായത് പ്രേക്ഷകരെ എന്താണ് നടക്കുന്നതെന്ന് അറിയിക്കുക എന്നുള്ളതാണ് ആ ദൗത്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 3 ദിവസമായി നമ്മൾ എല്ലാ യൂണിറ്റുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സന്നാഹം തന്നെ ജനം TV, അതായത് ഈ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനും പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുവാനും ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനം സൗഹൃദ വേദിയും ജനം TVയും ഒരുക്കിയിരിക്കുന്ന ഒരു സംരക്ഷണം അത് നമ്മൾ ജനങ്ങളോട് അറിയിക്കുകയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ ക്യാമ്പുകളിലേക്ക് വേണമെങ്കിൽ ജനം TVയിൽ എത്തിക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജില്ലാ കളക്ടർ അടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് ആവശ്യ വസ്തുക്കളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശ്വാസം ആ ഒരു കാര്യത്തിലുണ്ട്. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും പുറമേ നിന്നുള്ള സഹായങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ അച്ചടക്കം പാലിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് രക്ഷാപ്രവർത്തനം ഏത് വിധേനയും നടക്കണം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളതടക്കം മാധ്യമങ്ങൾ ചെയ്യുന്നുമുണ്ട്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ട് സൈന്യത്തിന്റെ കൂടെ മറ്റ് ഉദ്യോഗസ്ഥരടക്കം, അല്ലെങ്കിൽ അർജുൻ പറഞ്ഞ പ്രസക്തമായ കാര്യം തന്നെയാണ്. നാടും രാജ്യവും ഒക്കെ ഒറ്റക്കെട്ടായി വയനാടിന്റെ കണ്ണീരൊപ്പാനുള്ള ശ്രമത്തിലാണ്. അർജുൻ പറഞ്ഞ പോലെ തന്നെ നമുക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കടക്കം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നമ്മൾ മാനിക്കുന്നു. അതിനെ തീർച്ചയായും അനുസരിച്ചേ മതിയാവൂ. ഇന്നത്തെ തെരച്ചിൽ 6 സോണുകളായി തിരിഞ്ഞിട്ടാണല്ലോ അർജുൻ? തീർച്ചയായും 6 സോണുകളായി തെരഞ്ഞെടുത്താണ് ഇന്ന് തെരച്ചിൽ നടത്തുക. അതായത് വിവിധ കോണുകളിലേക്ക് ഇന്ന് തെരച്ചിലെത്തും. കഴിഞ്ഞ ദിവസം 4 ടീമുകളായി തെരഞ്ഞായിരുന്നു തെരച്ചിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 6 ടീമുകളിലേക്ക് മാറുകയാണ്. മാത്രമല്ല, ഈ പാലത്തിലൂടെ നമ്മൾ കാണുന്ന ഈ ബെയിലി പാലത്തിലൂടെ അടക്കം
വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആംബുലൻസുകൾ എത്രയും പെട്ടെന്ന് അക്കരെ എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും നാൾ ചൂരൽമല പ്രദേശത്താണ് ആംബുലൻസുകൾ നിർത്തിയിടുന്നത്. 50 ആംബുലൻസുകൾ എന്നുള്ളത് 25 ആംബുലൻസുകളായി ചുരുക്കി. അത്തരത്തിൽ ഈ റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്, തിരക്കിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുൻപിലുള്ള ഏക ലക്ഷ്യം. അത്തരത്തിൽ മിലിറ്ററിയും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തിരക്ക് കൂട്ടരുത്, തങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് 6 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ഈ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മണ്ണുമാന്തി യന്ത്രം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഏറെ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകർ ഈ ഒരു പാലം കടന്ന് സൈനികർ ഈ പാലം കടന്ന് അക്കരെ എത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ എത്തുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നു. രക്ഷാപ്രവർത്തകരടക്കം വലിയ രീതിയിലുള്ള എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ആ സൈന്യത്തോടൊപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, NDRF സംഘങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ആളുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സാധാരണ ആളുകളുണ്ട്. അത്തരത്തിൽ വിവിധ ആളുകളെയൊക്കെ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ വലിയ രീതിയിൽ വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുവാനും ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുവാനും കഴിയും. ഒരു സാഹചര്യവശാലും ഇവിടെ ആളുകൾക്ക് ജീവനുണ്ടോ എന്നുള്ളതിൽ തീർച്ചയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലും എന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ, അല്ലെങ്കിലും ഒരു ചെറിയ ജീവനെങ്കിലും ഉണ്ടെങ്കിൽ ആ ജീവനടക്കം തങ്ങൾക്ക് രക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. ഒരാളെങ്കിലും ആ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ അടക്കം നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ദൗത്യത്തിലേക്കാണ് ഇന്ന് മിലിറ്ററി നീങ്ങുന്നത്. കനത്ത മഴ ഞങ്ങളിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അർജുൻ പറഞ്ഞ പോലെ തന്നെ ഈ നേരത്തെ ആവർത്തിച്ചതുപോലെ 6 സോണുകളായി തിരിഞ്ഞുള്ള തിരച്ചിലിൽ ഇന്ന് 3ാമത്തെ സോണായി നിശ്ചയിച്ചിരിക്കുന്നത് പുഞ്ചിരിമട്ടമാണ്. ഒരുപക്ഷെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പോലും വിളിക്കാവുന്ന പുഞ്ചിരിമട്ടത്തേക്ക് 3 ദിവസങ്ങൾക്ക് ശേഷം തിരച്ചിലിനായി എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ, അതിന് ഈ പ്രതികൂല കാലാവസ്ഥ, കനത്ത മഴ ഇന്നും തടസ്സമായി നിൽക്കുമോ അർജുൻ? അങ്ങനെ നമ്മൾ ഭയപ്പെടണമോ? ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ആകാശം ചെറിയ രീതിയിൽ തെളിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാർമേഘങ്ങൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാർമേഘങ്ങൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഇന്ന് വലിയ രീതിയിലുള്ള രക്ഷാദൗത്യം ഇന്ന് നടക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ തന്നെയും ഏകദേശം ഉച്ചവരെ ഒരു പൊടിയിൽ മഴ ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ കാലാവസ്ഥ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിക്കും. വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തേക്കടക്കം ഇന്നത്തെ രക്ഷാപ്രവർത്തനം എത്തുന്നു. ഈ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതായത് സൈന്യത്തിനടക്കം വളരെ ബുദ്ധിമുട്ടി വേണം. ഒരു സ്ഥലം വിഭവ കേന്ദ്രമാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഈ ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളി അല്ലെങ്കിൽ ഈ പാറക്കഷങ്ങളൊക്കെ ഉള്ളത്. ആ പ്രദേശത്തേക്ക് എത്തുക എന്ന് പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം ചിലപ്പോൾ ജീവന് അപായം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കാലാവസ്ഥ കൂടി നോക്കിയതിന് ശേഷമാണ് ഈ പുഞ്ചിരിമട്ടത്തേക്ക് മുകളിലെ ആ സ്ഥലത്തേക്ക് എത്തുക. അതായത് ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമാണ്. ഇപ്പോഴും മുൻനിർത്തി ഏത് സാഹചര്യമാണ് ഇപ്പോഴുള്ളത്, കാലാവസ്ഥ എത്രമാത്രം അനുകൂലമാണ് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ പറയുവാൻ സാധിക്കുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവർത്തകരടക്കം മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരിക്കുന്നു. വിവിധ കോണുകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ടെങ്കിലും അവരെയൊന്നും ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യമില്ല. ഇവിടുന്ന് ആർമി തന്നെ ഈ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.